നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് 2025 സീസണിന് മുന്നോടിയായുള്ള താരലേലം പൂർത്തിയായിരിക്കുകയാണ്. ഇനി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. അരയും തലയും മുറുക്കി 10 ടീമുകളും വാശിയേറിയ പോരാട്ടത്തിനായി ഇറങ്ങുകയാണ്. ഇത്തവണ റെക്കോർഡ് പ്രതിഫലങ്ങൾ പിറന്ന മെഗാലേലമാണ് നടന്നത്. വലിയ അഴിച്ചുപണികൾ ടീമുകളിൽ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ടീമുകളുടെ പ്രകടനം എങ്ങനെയാകും എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. വരുന്ന സീസണിൽ തിളങ്ങാൻ സാധ്യതയുള്ള ചില യുവതാരങ്ങളുണ്ട്. ആരും വലിയ പ്രാധാന്യം നൽകാത്തവരും അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന പ്രകടനത്തോടെ മിന്നിക്കാൻ സാധ്യതയുള്ളവരുമായ ചിലരുണ്ട്. ഇത്തരത്തിൽ സർപ്രൈസ് നൽകാൻ കെൽപ്പുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇത്തവണ മുംബൈ ഇന്ത്യൻസ് വിളിച്ചെടുത്ത വിക്കറ്റ് കീപ്പർ റോബിൻ മിൻസ മമ്പരണിക്കാരനായ ബാറ്റർ കൂടിയാണ്. താരം രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണർ റോളിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ്. അടിച്ചു തകർക്കുന്ന താരം പവർ പ്ലേ മുതലാക്കാൻ കെൽപ്പുള്ളവനാണ്. തൻ്റെ ഉയർന്ന ശാരീരിക ക്ഷമതയെ നന്നായി ഉപയോഗിക്കുന്ന റോബിൻ മുംബൈ പ്രതീക്ഷയോടെ കാണുന്നൊരു കാര്യമാണ്. എല്ലാവരെയും ഞെട്ടിക്കാൻ റോബിന് സാധിച്ചേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസിലൻഡ് ഓൾറൗണ്ടർ രജിൻ രവീന്ദ്രയെ CSK വീണ്ടും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവസാന സീസണിൽ CSKയ്ക്കായി കളിച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്ന് രജിൻ പറയുന്നു. എന്നാൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കാൻ രജിന് സാധിക്കും. ടോപ്പ് ഓർഡറിൽ കളിച്ച് മിന്നിക്കാനും പാർട്ട് ടൈം ബോളർ റോളിൽ കസറാനും രജിന് പ്രത്യേക കഴിവുണ്ട്. വജ്രായുധമായി മാറാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് രജിൻ രവീന്ദ്ര. അതുകൊണ്ട് തന്നെ രജിൻ മിന്നിക്കുമെന്ന് തന്നെ പറഞ്ഞാലും അതിൽ തെറ്റില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ രജിൻ മിന്നിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മീഡിയം പേസ് ഓൾറൗണ്ടറായ വിജയ് ശങ്കറിനെ ആരും വലിയ പ്രാധാന്യത്തോടെ കാണുന്നില്ല. ഇന്ത്യക്കായി കളിച്ചിട്ടുള്ള താരമാണെങ്കിലും വിജയിയെ വിശ്വസിക്കാനായി ആരും തന്നെ കൂട്ടാക്കിയിട്ടുമില്ല. തമിഴ്നാട്ടുകാരനായ വിജയിയെ ഇത്തവണ CSK ടീമിലേക്ക് എത്തിച്ചത് താരത്തിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ മിന്നും പ്രകടനം നടത്തി മാച്ച് വിന്നറാകാൻ കഴിവുള്ളവനായി വിജയ് മാറാൻ സാധ്യത കൂടുതലാണ്. അവസാന സീസണിൽ വലിയ പ്രതീക്ഷയോടെ എല്ലാവരും കണ്ട താരമാണ് സമീർ റിസ്വി. എന്നാൽ CSKയ്ക്കൊപ്പം പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സമീറിന് സാധിച്ചില്ലായിരുന്നു. ഇത്തവണ ഡൽഹിയിലേക്ക് എത്തിയ റിസ്വി എല്ലാവരെയും ഞെട്ടിക്കാൻ സാധ്യതയുണ്ട്. ഓൾറൗണ്ടർ എന്ന നിലയിൽ മികവ് കാട്ടാൻ കഴിവുള്ള റിസ്വിയെ മധ്യനിരയിൽ പവർ ഹിറ്ററായി ഡൽഹി ഉപയോഗിച്ചേക്കാം. എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മികവ് കാട്ടാൻ റിസ്വിക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അവസാന സീസണിൽ RCBക്കായി കളിച്ച മഹിബാൽ ലോംബ്രോറിനെ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സ്വന്തമാക്കിയത്. കടന്നാക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള ലോംബ്രോറിനെ ഇത്തവണ ഗുജറാത്ത് മധ്യനിരയിൽ പ്രധാന താരമായി ഉപയോഗിച്ചേക്കും. അനായാസം റൺസ് ഉയർത്താൻ ശേഷിയുള്ള താരമാണ് ലോംബ്രോർ. ആഭ്യന്തര ക്രിക്കറ്റിൽ സമീപകാലത്തായി മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. എന്നാലും ഈ ഒരു മികവ് വരുന്ന സീസണിലും തുടരാൻ ലോംബ്രോറിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. യുവതരം അൻകുഷ് രഘുവംശി ഇതിനോടകം കളിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ വേണ്ടത്ര അവസരങ്ങൾ താരത്തിന് ലഭിച്ചിട്ടില്ല. നിലവിലെ ചാമ്പ്യന്മാരായ KKRന്റെ ഭാഗമാണ് അൻകുഷ്. വരുന്ന സീസണിൽ തുടരവസരങ്ങൾ യുവതാരത്തിന് ലഭിച്ചേക്കും. ഞെട്ടിക്കുന്ന പ്രകടനം നടത്താൻ കെൽപ്പുള്ളവൻ കൂടിയാണ് രഘുവംശി എന്ന് പറയേണ്ടിയിരിക്കുന്നു.